ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ 8-ാം ദിവസം. ശൂനായ എന്ന സുറിയാനി വാക്കിന് സ്ഥലം മാറ്റം എന്നർത്ഥം. മറിയത്തിന്റെ സ്ഥലം മാറ്റം, സ്വർഗ സംവഹന തിരുനാള്, മോക്ഷക്കരേറ്റം, അല്ലെങ്കിൽ ദ ഡൊർമീഷൻ ഓഫ് ദ തെയോത്തോക്കോസിന്റെ ദൈവവാഹകയുടെ നിദ്ര എന്നൊക്കെ പറയുന്ന തിരുനാള്. പക്ഷെ സുറിയാനി സഭയിൽ പറയുന്നത് ശൂനായ എന്നാണ്. ഭൗമിക പറുദീസായിൽ നിന്നും സ്വർഗീയ പറുദീസിലേക്കുള്ള സ്ഥലം മാറ്റം, ആത്മശരീരങ്ങളോടെയുള്ള സ്ഥലം മാറ്റം, ശൂനായ. ഈ ശൂനായുടെ 8-ാം ദിവസത്തെ നമ്മൾ ശൂനായ നോമ്പ്, 15 ദിവസം നോമ്പ്. അതിൽ 8-ാം ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കവിതയിലെ ചില കാര്യങ്ങൾ നമ്മൾ അന്ന് പഠിച്ചു. വർഗപുറത്തന്നീറനാം ദൂതൻ പ്രേക്ഷിതനായി നസ്രായപുരിയിൽ ദാവീദൻ സുതനായേഴ്വോൽ തൻ സവിധത്തിൽ ശാന്തിപദമം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ നിന്നിലുദിച്ചിടും മിശിക അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം. ഇതില് വർഗപുറത്തന്നീറനാം ദൂതൻ മാലാഖ പ്രേക്ഷിതനായി, അത് നമ്മൾ ചിന്തിച്ചു. ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ നിന്നിലുദിച്ചൊരു മിശിക അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം, അത് നമ്മൾ ചിന്തിച്ചു. ഇതിനിടയ്ക്ക് 2 വരി വിട്ടുപോയിട്ടുണ്ട്. നസ്രായപുരിയിൽ ദാവീദൻ സുതനായ എഴുവോൽ തൻ സവിധത്തിൽ ശാന്തിപദമം സന്ദേശം. ഈ നസ്രായപുരിയിൽ ദാവീദൻ സുതൻ, അതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 38 വരെ വാക്യങ്ങളാണ് ഇതിന്റെ വേദ പശ്ചാത്തലം. ലൂക്കാസ് 1:26-27 കാണുന്നത് 6-ാം മാസം ഗബ്രിയേൽ മാലാഖയെ ദൈവം ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് അയച്ചു എന്നാണ്. ഈ എല്ലാ വാക്കുകളും പ്രധാനപ്പെട്ടതാ. 6-ാം മാസം പലതരത്തിൽ മനസ്സിലാക്കാം. യഹൂദ കലണ്ടറിൽ 6-ാം മാസം എന്ന് കണക്കാക്കാം. ഇവിടെ മിക്കവാറും ഉദ്ദേശിക്കുന്നത് എലിസബത്തിന്റെ ഗർഭത്തിന്റെ 6-ാം മാസം എന്നായിരിക്കും. ഗബ്രിയേൽ മാലാഖയെ ദൈവം അയക്കുകയാണ് മറിയത്തിന്റെ അടുക്കലേക്ക്. മറിയ എവിടെയാണ് താമസിക്കുന്നത്? ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ. ഗലീലി. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം, വിജാതിയരുടെ ഗലീലി. കളിയാക്കി പറയാണ്. ഇരുട്ടിൽ കഴിഞ്ഞവര്, മരണത്തിന്റെ താഴ്വരയിൽ കഴിഞ്ഞവർക്ക് ഒരു വെളിച്ചം ഉദിച്ചു എന്നാണ്. അതായത് കർത്താവീശോ മിശിഹ യെറൂസലമിലോ ബേത്ലഹേമിലോ ഒക്കെ സുവിശേഷം പ്രസംഗിക്കാതെ എന്തുകൊണ്ട് വടക്കേ അറ്റത്ത് പോയി പ്രസംഗിച്ചു? അതിന് ഉത്തരമായിട്ട് മത്തായി യെശയ്യായുടെ ഒരു പ്രവചനം എടുത്ത് എഴുതിയിട്ട് പറയാം, വിജാതിയരുടെ ഗലീലി. അതായത് വിജാതിയര് പുറജാതിക്കാര്, അന്യജാതിക്കാര് താമസിക്കുന്ന സ്ഥലത്ത്, അതായത് ഗ്രീക്കുകാരൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് കർത്താവ് പ്രസംഗിക്കാൻ പോയാണ്. വിജാതിയരുടെ ഗലീലി. പണ്ട് ഇപ്പൊ നമുക്ക് പറഞ്ഞാല് കേസും കൂട്ടൊക്കെ വരും. പണ്ടാണെങ്കിൽ അല്ലേ, അത് അവരുടെ കോളനി എന്ന് പറഞ്ഞാല് ഇല്ലേ, ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് കീഴാളന്മാരുടെ താഴ്ന്ന ജാതിക്കാരുടെ കോളനി എന്നൊക്കെ പറയുന്ന പോലെ, പുച്ഛിച്ച് പറയുന്ന പോലെ ഒരു ഭാഷയാണത് വിജാതിയരുടെ ഗലീലി. അതായത് യവനവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഈ നസറത്ത് എന്നൊക്കെ പറയുന്നത്. ഗലീലി എന്ന് പറയുന്നത് യവനവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സംസ്കാരത്തിനെതിരെയാണ് യഹൂദന്മാർ പടപൊരുതിയത്. പക്ഷെ എന്നിട്ടും പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. ഈ ഗ്രീക്ക് സംസ്കാരത്തിന്റെ തള്ളിക്കയറ്റത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ മക്കബായരുടെ യുദ്ധം. 1 മക്കബായർ 2 മക്കബായരൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകളുള്ള ഒരു പ്രദേശത്താണ് മറിയം താമസിക്കുന്നത്. ബേത്ലഹേമിലോ യെറൂസലമിലോ, വിശുദ്ധ നഗരമായ യെറൂസലമിലോ ഒന്നും അല്ല, പുറജാതിക്കാർ തങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ്. അത് ഈ സുവിശേഷം സ്വീകരിക്കാൻ അതൊരു തടസ്സമാണ്. ഇപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയാം, ഉത്തർപ്രദേശിൽ ഇല്ലേ, ഛത്തീസ്ഗഡിൽ, ഇപ്പൊ ഇന്നലെ ഒഡീഷയിലൊക്കെ ഒഡീഷയിലെ അച്ഛന്മാർക്കെതിരെ ആക്രമണം, ബജ്രംദള എന്ന് പറയുന്നു. ഛത്തീസ്ഗഡിൽ നമ്മുടെ കന്യാസ്ത്രീ 2 പേരെ അറസ്റ്റ് ചെയ്ത് 9 ദിവസം അവർ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ അവിടെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക, വചനം സ്വീകരിക്കുന്ന പറയുന്നതും കേരളത്തിലെ വചനം സ്വീകരിക്കുക എന്ന് പറയുന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ അവിടെ പണ്ട് 24% ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 18% ഉള്ളൂ നമ്മൾ ക്രിസ്ത്യാനികൾ. അപ്പൊ അവിടെ അത്രയും ഇല്ല. ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഗുജറാത്തില്, ബീഹാറില്, രാജസ്ഥാനിലൊക്കെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. മുഗൾ രാജവംശക്കാലത്താണ് 30 ലക്ഷം ക്രിസ്ത്യാനികൾ, സീറോ മലബാർ ക്രിസ്ത്യാനികളെയാണ് കൊന്നൊടുക്കുന്നത് മുസ്ലിംസ്. അവിടെ ഉണ്ടായിരുന്നവരെ ബീഹാറിലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ക്രിസ്ത്യൻ സമുദായങ്ങളുണ്ടായിരുന്നു, ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ക്രൈസ്തവ
ശബ്ദകോശം എന്ന് പറഞ്ഞിട്ട് കുരുക്കുറച്ചന്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതൊക്കെ ഏതെല്ലാം സ്ഥലത്താണ് ഈ ക്രിസ്തീയ സമുദായങ്ങൾ ഉണ്ടായിരുന്നതെന്ന്. ഞാൻ തോമാട് സിംഹാസനം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പിന്നെ മാനിക്കേനോ മാർത്തോമസ് ലീവ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് എൻ്റെ. അതിലൊക്കെ ഞാൻ ഈ എവിടേക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ചെറിയ സൂചനകൾ, തെളിവുകൾ, ഭൗതിക തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. എങ്കിലും ഇപ്പം നമുക്ക് അവിടെ സുവിശേഷ മനസ്സ് ജീവിക്കുക, വചന മനസ്സ് ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. വിജാതിയുടെ ഇടയിൽ കർത്താവിന്റെ വചനം സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല. മറിയം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോലെയുള്ള ഒരു അന്തരീക്ഷത്തിലല്ല മറിയം ജീവിച്ചിരുന്നേ. കൂടുതലും യവനവൽക്കരിക്കപ്പെട്ട, വിജാതീയവൽക്കരിക്കപ്പെട്ട, അന്യവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശത്തെ ഒരു ജില്ലയിലാണ് മറിയം താമസിക്കുന്നത്, ഗലീലിയിൽ. അത് വചനം സ്വീകരിക്കാൻ മറിയത്തിനൊരു തടസ്സമാണ്. 2, നസ്രത്ത് എന്ന പട്ടണത്തിൽ, ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ, നസ്രത്തിന് എന്താ കുഴപ്പം? ഇതാ കാബഡ്യമില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തിയ ആളാണ് നഥാനയേൽ ബർത്തലോമിയോ. കാബഡ്യമില്ലാത്ത ഇസ്രായേലിയൻ എന്ന് കർത്താവ് ശംശി സാക്ഷ്യപ്പെടുത്തിയ ആള്. അത്രയും നല്ല മനുഷ്യനാ. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഫിലിപ്പസിനോട് ചോദിക്കുകയാണ്, നസ്രത്തിൽ നിന്നും വല്ല നന്മയും ഉണ്ടാകുമോ? എന്തുകൊണ്ട് ഇത്രയും നല്ല മനുഷ്യൻ അങ്ങനെ ചോദിക്കാൻ കാര്യം? ബൈബിളിൽ പഴയ നിയമത്തില് ഒരൊറ്റ സ്ഥലത്തും നസ്രത്ത് എന്ന പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഒരൊറ്റ സ്ഥലത്തും നസ്രത്ത് എന്ന പേരില്ല. വാഗ്ദാനത്തിന്റെ പുസ്തകമാണ് ഈ പഴയ നിയമം. ഈ പഴയ നിയമത്തില് വാഗ്ദാനത്തിന്റെ പ്രവചനങ്ങളുടെ പുസ്തകമായ പഴയ നിയമത്തിൽ ഒരിടത്തും പരാമർശിക്കപ്പെടാത്ത സ്ഥലത്ത് നിന്നാണോ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ വരുന്നത്? ഇത് മറിയത്തിനറിയാം. പഴയ നിയമത്തിൽ ഒരു സ്ഥലത്തും നസ്രത്ത് എന്ന വാക്കില്ലെന്ന് മറിയത്തിനറിയാം. മറിയം നസ്രത്തിലാണ് പാർക്കുന്നത്. അപ്പോൾ വാഗ്ദാനത്തിന്റെ പുസ്തകത്തിൽ ഒരിടത്തും പരാമർശിക്കപ്പെടാത്ത സ്ഥലത്തു നിന്നാണോ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ വരുന്നത്? അതുകൊണ്ട് മറിയം ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ഞാൻ യവനവൽക്കരിക്കപ്പെട്ട ഗലീലിയിൽ പഴയ നിയമത്തിൽ ഒരിടത്തും പരാമർശിക്കപ്പെടാത്ത നസറത്ത് എന്ന പട്ടണത്തിൽ പാർക്കുന്ന പെണ്ണാണ് ഞാൻ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഒരു വിശദീകരണം ചോദിക്കുകയാണ് മറിയം. 2ാമത്തെ തടസ്സമാണ് ഞാൻ ഈ പറഞ്ഞത്, മറിയത്തിന് വചനം സ്വീകരിക്കാനുള്ള 2ാമത്തെ തടസ്സം. 3ാമത്തത്, ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹ നിശ്ചയം ഈ യഹൂദര കല്യാണത്തിന്, മറിയം യഹൂദ സ്ത്രീയായിരുന്നു, ജോസഫും യഹൂദനാണ്. അവരുടെ കല്യാണത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നിനെ എറൂസിൻ എന്ന് പറയും, മറ്റൊന്ന് നിസൂയിൻ എന്ന് പറയും. എറൂസിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ വിവാഹ നിശ്ചയം പോലെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. ഈ വിവാഹ നിശ്ചയം എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ദ കവനന്റ് എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. എറൂസിൻ ഉടമ്പടി കൈമാറ്റം ചെയ്യാനാണ്. ഉടമ്പടി കൈമാറ്റം. ഇവനെ ഞാൻ കല്യാണം കഴിക്കാമെന്നും ഇവളെ ഞാൻ കല്യാണം കഴിക്കാമെന്നും ഉടമ്പടി കൈമാറ്റം ചെയ്യുക. അങ്ങനെ ഉടമ്പടി കൈമാറ്റം ചെയ്താൽ പിന്നെ അവരെ അറിയപ്പെടുന്നത് ഭാര്യ ഭർത്തക്കന്മാരായിട്ടാ, വുഡ് ബി എന്നായിട്ടല്ല, ഫിയാൻസെ, കാമുകൻ കാമുക അങ്ങനെയൊന്നുമല്ല, ഭാര്യ ഭർത്തക്കന്മാരായിട്ടാ. ആ പെൺകുട്ടി അപ്പോഴും അപ്പന്റെ വീട്ടിലാണ്, ചെറുക്കന്റെ വീട്ടിലാണ്, പക്ഷേ ഭാര്യ ഭർത്തക്കന്മാരായിട്ടാണ് അറിയപ്പെടുക. അതിനിപ്പോ ഈ മനസ്സമ്മതം എന്ന് പറയുന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം. ഈ 1 കൊല്ലത്തിനുള്ളിൽ ചെറുക്കൻ മരിക്കാൻ ഇടയായാൽ ആ പെൺകുട്ടി അറിയപ്പെടുന്നത് വിധവ എന്നാണ്. വിധവ, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാലും വിധവ എന്നാണ് അറിയപ്പെടുന്നത്. അവര് തമ്മിൽ ഇനിയൊരു ഈ കല്യാണത്തിന് മുമ്പ് പെൺകുട്ടി ഗർഭം ധരിച്ചാൽ അത് പരസംഗമല്ല, വ്യഭിചാരമാണ്. എന്താണ് ഈ പരസംഗവും വ്യഭിചാരം തമ്മിലുള്ള വ്യത്യാസം? കല്യാണം കഴിക്കാത്ത 2 പേര് തമ്മിലുള്ള അവിഹിത ബന്ധമാണ് പരസംഗം, ഫോർണിക്കേഷൻ. അതിൽ ഒരാളെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരസംഗമല്ല, വ്യഭിചാരമാണ്. കാരണം എന്താ? കല്യാണം കഴിക്കാനുള്ള സാധ്യതയില്ല. ഈ കല്യാണം കഴിക്കാത്ത 2 പേര് തമ്മിലാണ് അവിഹിത ബന്ധമെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒരാൾ ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ ബന്ധപ്പെട്ട ആളുമായിട്ട്, അവിഹിതമായിട്ട് ബന്ധപ്പെട്ട ആളുമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന് വധശിക്ഷയാണ് അക്കാലത്ത്, വധശിക്ഷ. മറിയം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. അപ്പൊ അവൾ യെസ് പറഞ്ഞാൽ സമൂഹം അവളെ കൊല്ലാം. അപ്പൊ ചെറിയ കാര്യം അതാണ് അവൾ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? വലിയ എന്താ പറയുക, വലിയ സാഹസമാണ് മറിയെടുക്കാൻ പോകുന്നത്. തന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ട് വേണം, പ്രാണൻ പണയപ്പെടുത്തിയിട്ട് വേണം വചനം സ്വീകരിക്കണമെങ്കിൽ. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. വചന മനസ്സ് ജീവിക്കണമെങ്കിൽ പ്രാണൻ പണയം വെക്കണം. അത് അരമനയിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും വചന മനസ്സ് ജീവിക്കണമെങ്കിൽ പ്രാണൻ പണയം വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ അനീതിക്കും അന്യായത്തിനും ഒക്കെ കൂട്ടുനിന്ന് പണയപ്പെടുത്തി അല്ലേ, അതായത് ജീവിതം പണയപ്പെടുത്തുക, അതായത് നമ്മുടെ സത്യം പണയപ്പെടുത്തുക, നീതി പണയപ്പെടുത്തുക, ന്യായം പണയപ്പെടുത്തുക, അങ്ങനെ ഒരു അടിമയെ പോലെ ജീവിക്കുക. അതല്ല, സുവിശേഷം ജീവിക്കണമെങ്കിൽ പ്രാണൻ കളയാൻ തയ്യാറാകണം. അതാണ് മറിയത്തിനും, അതാ മറിയം ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും.
തീർന്നില്ല. കല്യാണ നിശ്ചയം ആരുമായിട്ടാണ്? ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ്. ദാവീദിന്റെ ഗോത്രത്തിൽ റോയൽ രാജകുടുംബമാണ് ദാവീദിന്റെ. മറിയത്തിന്റെ കുടുംബം ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. മറിയത്തിന്റെ ഒരു അടുത്ത ബന്ധുവാണ് സക്കറിയ, എലിസബത്ത്. അവർ അഹറോന്റെ വംശത്തിൽപ്പെട്ട ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ മറിയം ആ ഗോത്രത്തിലുള്ളവളാണ്, പുരോഹിത ഗോത്രത്തിൽപ്പെട്ടവളാണ് എന്നൊരു സൂചനയുണ്ട്. അതിനകത്ത് പരോക്ഷ സൂചനയാണ്. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വീണ്ടും ഒരു പരോക്ഷ സൂചനയുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായപ്പോൾ പുരോഹിതന്റെ മകളെയാണ് കല്യാണമായിട്ട് കൊടുത്തത്, കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. പ്രധാനമന്ത്രി, അതായത് രാജാവിന് തൊട്ട് താഴെയാണ് പ്രധാനമന്ത്രിക്ക് ഭാര്യയായിട്ട് മഹാപുരോഹിതന്റെ മകളെ കൊടുത്തത്. ഇവിടെ ജോസഫ് രാജകീയ കുടുംബത്തിലാണ്. ആ രാജകീയ കുടുംബത്തിൽപ്പെട്ട ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായിട്ടുള്ള മറിയത്തിന്റെ കല്യാണം. 2 പ്രസിദ്ധ തറവാടുകൾ തമ്മിലുള്ള കല്യാണം. മറിയം ഒരു തെരുവിൽ പെൺകുട്ടിയല്ല. ജോസഫ് തെരുവിൽ നടക്കുന്ന ഒരു ചെറുക്കനല്ല. തെരുവിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം അത്ര വലിയ പത്രവാർത്തയാവണമെന്നില്ല. രാജകുടുംബത്തിൽ 2 പേരുടെ കല്യാണമാണെങ്കിലോ, പുരോഹിത കുടുംബത്തിലെ കല്യാണമാണെങ്കിലോ അത് പത്രവാർത്തയാണ്, ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും ഇന്നത്തെ കാലത്താണെങ്കിൽ. അങ്ങനെയുള്ളൊരു കല്യാണത്തിനാണ്. അപ്പോൾ അവള് യെസ് പറഞ്ഞാല് ജോസഫിനോട് ചോദിക്കാണ്ടല്ലേ യെസ് പറയണേ. അവളുടെ കുടുംബം മാത്രമല്ലോ, ആ ചെറുക്കന്റെ കുടുംബം ആകെ അവമാനിക്കപ്പെടില്ലേ? അപ്പൊ ചെറിയ സംഗതിയല്ല മറിയത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അവൾ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? പിന്നെ അവസാനത്തെ ഒരു 5ാമത്തെ തടസ്സം, മറിയത്തിന് 5ാമത്തെ തടസ്സം എന്താണ്? കന്യകയാണ്. കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് അവള് ഗർഭം ധരിക്കുക. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ മനസ്സമ്മതം കഴിഞ്ഞു, കുറച്ച് ദിവസങ്ങളിൽ കല്യാണം കഴിയും, എന്ന് ജോസഫിന്റെ വീട്ടിൽ പോകും. അങ്ങനെ സ്വാഭാവികമായിട്ടാണ് ഞാൻ കൊച്ചുണ്ടാവണമെങ്കിൽ അതൊക്കെ മറിയത്തിന് അറിയാലോ. അത് ചോദിക്കേണ്ട, ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മറിയത്തിൽ സംഭവിക്കാൻ പോകുന്നത് കന്യകാത്വത്തിന് ഭംഗം വരാതെയുള്ള, എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് മറിയത്തിൽ സംഭവിക്കാൻ പോണേ. ഇതാണ് കന്യകയുടെ ഗർഭധാരണം. പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയ അത്ഭുതമാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെ അനുവാദം വേണ്ടിയിരുന്നില്ല. പക്ഷെ ദൈവം മനുഷ്യനാകാൻ മറിയത്തിന് അനുവാദം വേണം. അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലുതെന്ന് പറയണേ. ഇത്രയും വലിയ സംഭവമാണ് മറിയത്തിൽ സംഭവിക്കുന്നത്. വെർജിനൽ കൺസെപ്ഷൻ എന്ന് പറയുന്ന കന്യകയുടെ ഗർഭധാരണം. ഇതേക്കുറിച്ച് അതിന് ശാസ്ത്രീയ വശമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചുരുക്കത്തില് മറിയത്തിന് വചനം സ്വീകരിക്കാൻ ധാരാളം തടസ്സങ്ങളുണ്ടായിരുന്നു. ഈ 5 തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ചോദിച്ചത് ഇത് എങ്ങനെ സംഭവിക്കും. ഇന്ന് നമുക്ക് വചനം സ്വീകരിക്കാൻ നമുക്കും തടസ്സങ്ങളുണ്ട്, ധാരാളം തടസ്സങ്ങളുണ്ട്. അനന്തര ജീവിതത്തിലുണ്ട്, വൈദികർക്കുണ്ട്, മെത്രാന്മാർക്കുണ്ട്, അൽമായർക്കുണ്ട്. വചനമനുസരിച്ച് ജീവിക്കുക, കർത്താവിന്റെ വചനം ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. നമ്മളും ചോദിച്ചു പോകുന്നു ഇതെങ്ങനെ സംഭവിക്കും. അതിന് ഉത്തരം മാലാഖ കൊടുക്കുന്നുണ്ട്. ആ ഉത്തരത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് വാതിൽ തുറന്നു കൊടുക്കാൻ നമുക്ക് പ്രയാസം നേരിടുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുക, കർത്താവ് ഒരു വിശദീകരണം തന്നാലും എന്ന ചോദ്യവുമായിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.